ഗൈസ് ഇന്ന് ഒരാൾക്ക് സർപ്രൈസ് കൊടുക്കാം. വേറെ ആർക്കുമല്ല ഗൈസ്, എൻ്റെ അനിയനാണ്. അവൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഞാൻ അവനൊരു കേക്ക് വാങ്ങാമെന്ന് പ്ലാൻ ഇട്ടു. കാരണം അവൻ ഭയങ്കര കേക്ക് ലവറാണ്. അപ്പോൾ കേക്ക് ലവർ ആയിട്ടുള്ള അവന് കേക്ക് തന്നെ വാങ്ങി കൊടുക്കണ്ടേ. അവന് ചെറിയൊരു ഡൗട്ടൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കേക്ക് വാങ്ങുമോ എന്നുള്ളതിനകത്ത്. ദെൻ എന്തൊക്കെയായാലും ഞാൻ കേക്ക് വാങ്ങാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുണ്ട്ര ഹോട്ട് കേക്കിൽ പോയാണ് കേക്ക് വാങ്ങുന്നത്. സ്റ്റിൽ ഞാൻ അവിടുത്തെ ഒരു കസ്റ്റമറാണ് കേട്ടോ. ഞാൻ എപ്പോഴും അവിടെ പോയാണ് കേക്കുകൾ വാങ്ങാറുള്ളത്. ഞങ്ങളുടെ ഫാമിലി കൂടുതലും അവിടെ നിന്നാണ് കേട്ടോ കേക്ക്സ് വാങ്ങുന്നത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നിലവിൽ ബട്ടർ സ്കോച്ച് ബ്ലൂബെറി ഒക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. ഇത് രണ്ടും ഞാൻ വാങ്ങിയിട്ടുള്ളതാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് ഏതെങ്കിലും നോക്കണം എന്നുള്ള മൈൻഡായിരുന്നു. അപ്പം ഡിഫറെൻ്റ് ആയിട്ട് നോക്കിയപ്പോൾ ഞാൻ കണ്ടിരുന്നാണ്ട് ഈ ചോക്കോ ട്രഫിൾ എന്ന് പറയുന്ന ഈ ഒരു കേക്കാണ്. അപ്പോൾ ഇത് ഞാനിതുവരെ ടേസ്റ്റ് ചെയ്തിട്ടില്ല, കഴിച്ചിട്ടില്ല. പക്ഷെ ഒരു ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ അവരൊരു ചോക്ലേറ്റ് ലവർ അല്ല. അങ്ങനെ ചോക്ലേറ്റ് കേക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല. അപ്പം ഞാനിങ്ങനെ ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് വാങ്ങണോ എന്നുള്ളത്. ബട്ട് പിന്നെ എന്തായാലും അത് തന്നെ വാങ്ങാമെന്ന് കരുതി. അവന് ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു ധാരണ തോന്നി. അങ്ങനെ ഞാൻ ഹാപ്പി ബർത്ത്ഡേ സഞ്ജു എന്നാണ് എഴുതിപ്പിച്ചത്. പിന്നെ ഇത് ആൾ വന്ന് കണ്ടപ്പം ഉള്ള ഒരു സീനാണ്. ഞാൻ പറഞ്ഞില്ല ഗീസ്, അവന് ഡൗട്ട് ഉണ്ടായിരുന്നു. സത്യമായിട്ടും അവന് ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ അവനത് എന്നുവെച്ചാൽ അവന് ഡൗട്ട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വാങ്ങുമോ എന്നുള്ള ഡൗട്ട് മാത്രം. ബട്ട് എന്നാലും ആൾ സർപ്രൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ, സത്യം പറഞ്ഞാൽ. അങ്ങനെ ഇതൊക്കെ എൻ്റെ കുഞ്ഞമ്മയുടെ മക്കളാണ് കേട്ടോ. അപ്പോൾ അതിനുശേഷം എന്താണ്ട് കേക്കൊക്കെ സെറ്റ് ചെയ്ത് ഏകദേശം വെച്ചിട്ടുണ്ടായിരുന്നു. ആശാൻ വന്നു കേക്കൊക്കെ മുറിക്കാനായിട്ട്. സത്യം പറഞ്ഞാൽ ഞാനൊരു ഷർട്ടോ ടീഷർട്ടോ വാങ്ങണമെന്നൊക്കെയായിരുന്നു വിചാരിച്ചത്. പക്ഷേ അതിനുള്ള ടൈം എനിക്ക് കിട്ടിയില്ല. അങ്ങനെ എന്താണ്ടേ കേക്ക് മുറി ഒക്കെ നടത്തി. ഇതിനിടയിൽ ഒരു വൻ കോമഡി നടന്നിട്ടുണ്ട്. വേറെ ഒന്നുമല്ല കേസ്, അത് നിങ്ങൾക്ക് കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും. പിന്നെ എന്താ പറയാനുള്ളതെന്ന് വെച്ചാൽ, ഈവൻ എനിക്കാണെങ്കിൽ ഇങ്ങനെ സർപ്രൈസ് കൊടുക്കാനൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളായത് കൂടിക്കൊണ്ട് തന്നെ എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്കിതങ്ങനെ കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് എനിക്കിത് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടം. ഇപ്പം നോക്കണം, എനിക്കത് തരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ കൈ കൊണ്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു. പക്ഷെ ഞാൻ ശശിയായിപ്പോയി. പക്ഷെ ഇതെല്ലാവരും കാണും. അപ്പം ഞാൻ തന്നെ അങ്ങ് പറഞ്ഞാൽ വലിയ പ്രശ്നമില്ലല്ലോ എന്ന് കരുതി. പിന്നെ ഈ അമ്മ ഇടയ്ക്ക് വെച്ചിട്ടുണ്ടല്ലോ എൻ്റെ വയലോട്ട് വെച്ചായിരിക്കും. ഞാൻ അമ്മയത്തിന് എൻ്റെ വയ വെക്കുന്നത്, അവൻ്റെ അല്ലേ ബർത്ത്ഡേ എന്ന് കരുതി. അപ്പോൾ ഇത്രയുള്ള കേസ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ ബൈ ബൈ, സീ യു.